ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ August 19, 2025 ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം കേരളന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ MBBS അഡ്മിഷൻ എടുത്തൊരു വ്യക്തിയാണ്. സോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ August 12, 2025 എനിക്ക് 23 വയസ്സായിട്ടുണ്ടായിരുന്നു. സോ ഐ എം എ പേഴ്സൺ ഹു ഗോട്ട് എൻറോൾഡ് ഇൻ ടു കോട്ടയം മെഡിക്കൽ കോളേജ് ഫോർ MBBS at the age of 23. സോ 23-ാമത്തെ വയസ്സിലെ MBBS കയറുന്ന ഒരു വ്യക്തിന്റെ ഫീലിംഗ് എന്തായിരിക്കും? ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു be an MBBS student at the age to start MBBS at 23 years എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. സോ ഈ ഒരു കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഹൗ അതേഴ്സ് അപ്രോച്ച്ഡ് മീ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഞാൻ ആദ്യം തന്നെ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ്. സോ അവിടുത്തെ എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞ് നമുക്ക് പ്രിൻസിപ്പളിൻ്റെ കൂടെ ഇന്റർവ്യൂ പോലെ ഉണ്ടാവും. ജസ്റ്റ് 2 to 3 minutes നീണ്ടു നിൽക്കുന്ന നമ്മൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം, നമ്മുടെ ലൈഫ് എല്ലാം പറയുന്ന ഒരു കാര്യം. സോ ഞാൻ എൻ്റെ ലൈഫിൻ്റെ സ്റ്റോറിയും എല്ലാം ആ പ്രിൻസിപ്പളിനോട് പറയുമ്പോൾ പോലും ആൾ പോലും വളരെയധികം പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. ഞാൻ BA സൈക്കോളജി കഴിഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പോലും ആൾ വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. അവിടെയുള്ള എല്ലാ ആൾക്കാരും, ഞാൻ ആരോടൊക്കെ, നമുക്ക് ഒരാളോട് മാത്രമല്ല, ഒരു 2-3 പേര് നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം വെരിഫൈ ചെയ്യും. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇതാണ് മറ്റുള്ളവരുടെ അപ്രോച്ച്. പിന്നെ ഫാമിലിയിലാണെങ്കിലും എല്ലാവർക്കും എനിക്ക് MBBS കിട്ടുമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിൽ, അതായത് ഒരു LKG UKG ആ ഒരു കാലഘട്ടത്തിലേക്ക് എനിക്ക് ഡോക്ടർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുപ്പം തൊട്ടേ ഭയങ്കര ആഗ്രഹിച്ചു. അപ്പൊ അന്നൊക്കെ സൊസൈറ്റിയിൽ ഒരു MBBS പഠിച്ചു കഴിഞ്ഞ ഒരു ഡോക്ടറിന് എത്രമാത്രം വിലയുണ്ടോ അത്ര തന്നെ വില ഇന്നും ഈ ഒരു സൊസൈറ്റിയിലും ഡോക്ടേഴ്സിന് ആൾക്കാർ കൊടുക്കുന്നുണ്ട് എന്നൊരു റിയലൈസേഷൻ കിട്ടിയത് എനിക്ക് MBBS അഡ്മിഷൻ ഞാൻ എടുത്തപ്പം എനിക്ക് ആ ഒരു റിയലൈസേഷൻ എനിക്ക് കിട്ടാൻ തുടങ്ങി. ആരോടൊക്കെ ഞാൻ MBBS അഡ്മിഷൻ എടുത്തു എന്ന് പറയുന്നു അവർക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഫീലിംഗ് എനിക്ക് തരാൻ തുടങ്ങി. ഈവൻ ഞാൻ എൻ്റെ പ്രായം പറയുന്ന ആൾക്കാർക്ക് പോലും അവരെല്ലാവരും എനിക്ക് പോസിറ്റീവായിട്ടൊരു വൈബ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരുമായിട്ട്. സോ മറ്റുള്ളവരെല്ലാവരും ഭയങ്കര പോസിറ്റീവ് തന്നെയാണ്. ഇനി എൻ്റെ അപ്രോച്ച് എന്താണെന്ന് ഞാൻ പറയാം. സോ ഈവൻ 23 വയസ്സാകുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച പല ആൾക്കാരും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ MBBS കയറിയ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു വട്ടം റിപ്പീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ഫൈനൽ ഇയർ, ഇപ്പൊ ഹൗസ് ഒക്കെ ചെയ്യുന്ന എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരെ എനിക്കറിയാം. സോ അവർക്കൊക്കെ ഒരു പക്ഷെ ഇപ്പോഴും ഇൻകം, അല്ലെങ്കിൽ മറ്റു കോഴ്സ്, ഇപ്പൊ എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തു പോയ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ കൂടെ പണ്ട് പഠിച്ച ആൾക്കാരുണ്ടാവും. ഇവരെല്ലാവരും ഇൻകം സോഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ അതൊന്നും ഇല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും മോർ ദാൻ മണി എനിക്ക് തോന്നുന്നത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? അതായത് ഇപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചൊരു കാര്യം എനിക്കത് എത്താൻ പറ്റി, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്കിപ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. ഐ എം റിയലി ഹാപ്പി ഫോർ വാട്ട് ഐ എം ടുഡേ. സോ നമുക്ക് മോർ ദാൻ ബീങ് ഏബിൾ ടു സെറ്റിൽ ഫൈനാൻഷ്യലി, അതിനേക്കാളും ഒരു പടി മേലെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിചാരിച്ചിരുന്നത് എന്നും ഞാൻ ലൈഫിൽ ചെറുപ്പത്തിലെ ആഗ്രഹിച്ച ആ ഒരു കാര്യത്തിൽ എത്താൻ പറ്റിയോ ഇല്ലയോ എന്നുള്ളൊരു ഫീലിംഗ് ആണ്. സോ ഐ എം റിയലി ഹാപ്പി ആൻഡ് പ്രൗഡ് ദാറ്റ് ഞാൻ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചെന്താണോ അതിലേക്ക് എനിക്ക് എത്തിക്കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരു പ്രോസസ്സാണ്. സോ ഞാൻ ഏകദേശം ഒരു സ്റ്റെപ്പ് അതിലേക്ക് അടുത്തു. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ലേറ്റ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഐ എം ഏബിൾ ടു എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഐ എം റിയലി ഹാപ്പി ഫോർ വേർ ഐ എം ടുഡേ. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ആക്ച്വലി 23-ാമത്തെ വയസ്സിലാണ് ഞാൻ MBBS ജോയിൻ ചെയ്തതെന്ന് വിചാരിച്ച് ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോഴോ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് വരെ എനിക്ക് ഒരു ഡിസ്ക്രിമിനേഷനും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ ഐ എം റിയലി ഹാപ്പി. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പക്ഷെ എനിക്ക് വല്ലാണ്ട് ഈ മുന്നോട്ട് ഒരുപാട് ദൂരം പോകാനായിട്ടുള്ള ഒരു എനർജിയും ഒരു ഇൻസ്പിറേഷനും ഒക്കെ ആകുന്നുണ്ട്. സോ എനിക്ക് പറയാനുള്ളത് ഇറ്റ് ഈസ് ഓക്കെ ടു സ്റ്റാർട്ട് MBBS അറ്റ് ദ ഏജ് ഓഫ് 23 എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ അഡ്മിഷൻ എടുത്തത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇങ്ങനെയായിരുന്നു. ഐ എം സോ ഹാപ്പി. സോ വളരെയധികം പോസിറ്റീവ് ആണ് എല്ലാം. ലൈക്ക് നമുക്കൊരു ആഗ്രഹത്തിന്റെ പിന്നാലെ പോകാൻ ഒരിക്കലും ഒന്നുകൊണ്ടും ലേറ്റ് ആകുന്നില്ല. നമുക്കത് വേണമെന്ന് തോന്നിയാൽ അതിന്റെ പിന്നിലേക്ക് പോകുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല എന്നുള്ള റിയലൈസേഷൻ്റെ ഒരു പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ ബീങ് റിയലി ഗ്രേറ്റ്ഫുൾ, ഐ എം സോ ഹാപ്പി. ഈ ഒരു ഫീലിംഗ് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും ഷെയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അത്രയേ ഉള്ളൂ. സോ ഇതിനേക്കാൾ അപ്പുറം എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. താങ്ക് യു.